ഡാ, നീ ഈ അവസ്ഥയിലിരുന്ന് മീരയോട് വഴക്കിനൊന്നും പോകരുത് കേട്ടോ. മോളെ, എന്റെ ഈശ്വര, എന്തായി കാണുന്നത്? അനുപേട്ടാ, വേദനയുണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നടക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങള് നെല്ലിശ്ശേരി പോയിട്ടാണോ വരുന്നത്? ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാ. നിങ്ങളിപ്പോ തൽക്കാലം വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ നിനക്കൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. കണ്ടില്ലേ അവസ്ഥ? കഷ്ടകാലം കൂടെയാ. ഇതാ കഴിക്ക് ഗുളിക, രാവിലെ കഴിക്കേണ്ടത്. മോനെ സച്ചി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കും. ശരി അച്ഛാ. അച്ഛാ അച്ഛാ, ഇതോടെ കൈ വെച്ചോ. വാങ്ങിക്കച്ചാ. സച്ചി ഇരിക്ക്. സൂക്ഷിച്ചു. എന്താണ് ബേട്ട ശരിക്കും സംഭവിച്ചത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ട്രാവലർ ആണെന്ന് തോന്നുന്നു. നേരെ റോങ് സൈഡിൽ കയറി ഒറ്റ വരവാ. ഞാൻ ഒതുങ്ങി തന്നെയാണ് വന്നത്. ആ വണ്ടി എൻ്റെ നേരെ വരുന്നത് കണ്ട് ഞാൻ വെട്ടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേക്കും അത് വന്ന് ഇടിച്ചു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഇടിച്ച വണ്ടിയുടെ നമ്പർ വല്ലതും? ഇല്ല, ഓർമ്മയില്ല. പെട്ടെന്ന് പേടിച്ചു പോയെന്നേ. ഒരു വിധത്തിൽ എഴുന്നേക്കാൻ നോക്കുമോ അതോ വണ്ടിയുടെ നമ്പർ നോക്കുമോ? എഴുന്നേറ്റപ്പം എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അവിടെ വെച്ച് തന്നെ അനുപേട്ടന്റെ ബോധം പകുതി പോയിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയാണെന്ന് ഒരു ഓർമ്മയും ഇല്ലായിരുന്നു. അതിലെ വന്ന ആൾക്കാർ കണ്ടതുകൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 10 മണിക്ക് ശേഷം ഞങ്ങൾ അറിഞ്ഞത്. ഒടിവൊന്നുമില്ല, കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാ മതി. വന്ന് കിടക്ക്. ഗുളിക കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോ ഉറക്കം വരും. പതുക്കെ പതുക്കെ. കുഴപ്പമില്ല. ഞാൻ പിടിക്കാം. ഈ റൂമിൽ തന്നെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? എത്ര നേരാന്ന് പറഞ്ഞ അകത്ത് കൂത്തിയിരിക്കുന്നത്? നിനക്കതൊക്കെ പറയാം. ഞാൻ ഒതുങ്ങി തന്നെയാ വന്നത്. ആ വണ്ടി എൻ്റെ നേരെ വരുന്നത് കണ്ട് ഞാൻ വെട്ടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേക്കും അത് വന്ന് ഇടിച്ചു. അതിലെ വന്ന ആൾക്കാർ കണ്ടതുകൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 10 മണിക്ക് ശേഷം ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. നിന്റെ ചേട്ടൻ അനൂപിന് ഒരു ആക്സിഡന്റ്. അവന്തിയെടുത്ത് എന്നോട് 8 മണിക്ക് വിളിച്ചു പറഞ്ഞു. ബാക്കി എല്ലാവരും അറിഞ്ഞത് 10 മണിക്ക് ശേഷവും. അനൂപേട്ടന് ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് പോരേണ്ടി വന്നു. ഷോ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടൊരു യാത്ര പോയിട്ട് ഇതിപ്പോ ഇങ്ങനെ ആയല്ലോ. പിന്നെ കോൺഫറൻസ് ഒക്കെ
എല്ലാം നല്ലതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റി. അല്ല, എടുത്തെന്താ ഇതുവരെ ഉറങ്ങാത്തെ? ആ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ മറ്റേ വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസ് ഫയലൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാ ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമുണ്ട്. അർച്ചന, എങ്ങനെയുണ്ടായിരുന്നു അർച്ചന ട്രിപ്പൊക്കെ? അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സച്ചേട്ടനൊപ്പം ഉണ്ടായിരുന്നോണ്ട് എല്ലാ സമയവും എൻജോയ് ചെയ്യാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫോട്ടോസ് കണ്ടിരുന്നു. താജ്മഹലിന്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും റിയലി ഹാപ്പി വിത്ത് മൈ സോൾമേറ്റ് എന്നുള്ള അടിക്കുറിപ്പും. നല്ല നാടൻ കോഴിയെ പിടിച്ച് ഈ ബ്രോയിലർ കോഴി ആക്കിയതുപോലുള്ളൊരു മേക്ക് ഓവർ നല്ല കോമഡി ആയിരുന്നു. ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, മനസ്സും തകർന്നിരിക്കുക. അതിനിടയിലും നിങ്ങളുടെ ഇങ്ങനത്തെ ഉള്ള സംസാരം കൂടി കേട്ടു നിൽക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. നീ എന്താ അത്രയ്ക്കങ്ങ് നന്നായി പോയോ? യമുനാ നദിയിലൊക്കെ മുങ്ങി സ്വയം ശുദ്ധീകരിച്ച മട്ടുണ്ടല്ലോ. എന്റെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ യമുനയിലൊന്നും മുങ്ങണമെന്നില്ല. ചിലർക്ക് 7 ഗംഗയിൽ മുങ്ങി കുളിച്ചാലും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സംസാരം കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഞാൻ തോറ്റെന്നോ എനിക്ക് മറുപടി ഇല്ലെന്നോ അല്ല. പിന്നെ പിടിച്ചു നിർത്തിയേക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അനിയത്തിയോടൊന്ന് പറഞ്ഞേക്കണം, പാലിൽ ഉറക്കമരുന്ന് ചേർക്കുന്ന ഈ പഴഞ്ചൻ ഐഡിയ ഒന്ന് നിർത്താൻ. അത് എന്നോട്. അവള് കുപ്പിപ്പാല് കുടിക്കുന്ന സമയത്തെ ഓണം കൊണ്ട് തുടങ്ങിയവളാ ഞാൻ. അമ്പിളി ചേച്ചി എന്നോട് പറഞ്ഞു, പാലുമായിട്ട് അവരെ നിർബന്ധിച്ച് അനക പറഞ്ഞു വിട്ട കാര്യം. ഇതിൽ അനഘയെ ഞാൻ കുറ്റം പറയില്ല. കാരണം ചേച്ചി ഉറക്കം വരുന്നതിൻ്റെ ആളാണല്ലോ. ഞാൻ പോയില്ല എന്ന് നിങ്ങൾ എന്നോട് വെല്ലുവിളിച്ചു. ഞാൻ പോകുമെന്നു. ഞാൻ പോയി തിരികെ വന്നു. വന്നതല്ല, നിന്റെ അഹങ്കാരത്തിന് ഈശ്വരനായിട്ട് വരുത്തിയതാ. നീ എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചു. നിനക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലമാ നീ ഇതേ ഇങ്ങനെ നിൽക്കുന്നത്. നിന്നെ ഞാൻ അങ്ങനെ സന്തോഷിക്കാൻ വിടില്ലെന്ന് പണ്ടേ തീരുമാനിച്ചതാ. ഈ വീടിന്റെ അടുക്കളയില് ഇവിടെയുള്ളവർക്ക് വെച്ച് വിളമ്പി എച്ചിൽ പാത്രം കഴുകാനും ഒക്കെ നിന്റെ വിധി. ആ വിധിക്കപ്പുറത്തേക്ക് ഒരടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റി. അല്ലെങ്കിൽ നിനക്കൊരു ഉറക്കഗുളിയുടെ ആവശ്യമുള്ളെന്ന് അവക്ക് തോന്നിക്കാണും. പക്ഷെ ഇനി നീ ഇവിടം വിട്ട് ഒരിടത്തേക്കും പോയില്ല. അവന്തികയാ പറയുന്നേ. ആര് പറഞ്ഞു പോവില്ലാന്ന്? അടുത്ത യാത്രയും പ്ലാൻ ചെയ്താൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇനി അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ സച്ചേട്ടനെ കൊണ്ടുപോകും. അന്നും വരണം, ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഉറക്കഗുളിയായിട്ട്. ഇനി നിനക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഒരിടത്തും പോവില്ല. നിന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ടായാലും നിന്റെ സന്തോഷം ഞാൻ ഇല്ലാതാക്കും. ഇപ്പൊ തന്നെ ഞാൻ ഒന്നും ചെയ്യാതെ നീ തിരിച്ചു വന്നില്ലേ? നിന്റെ ചേട്ടൻ അപകടം പറ്റിയെന്നറിഞ്ഞ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഈശ്വരൻ എന്റെ കൂടെയാണെന്ന്. ഈശ്വരനും നിന്റെ തലവിധിയും അവന്തികയെ ഒരുമിച്ച് നിന്നാലേ നീ യാത്ര പോകുന്നത് അങ്ങ് പരലോകത്തേക്കായിരിക്കും. നീ കാരണം എന്റെ അനിയനു പോലും സന്തോഷവും സമാധാനവും ഇല്ലെന്നുള്ളതാ കഷ്ടം. നിന്നെപ്പോലൊരുത്തിയെ അവന്റെ തലയിലേക്ക് ഞാനാണല്ലോ വെച്ചുകൊടുത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. സച്ചിക്ക് ചേർന്നൊരു പെണ്ണേ അല്ല നീ. ഒന്ന് പൊയ്ക്കൂടെ എങ്ങോട്ടെങ്കിലും? നിലവാരമില്ലാത്ത ധാരാളം TV സീരിയൽ കാണാറുണ്ടല്ലേ? വേറൊന്നും പറഞ്ഞ് ജയിക്കാനാവാത്തോണ്ട് സീരിയൽ തന്ത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ പറയുമ്പോ കേട്ടു നിന്ന് ഞെട്ടാനും അതോർത്ത് കരയാനും നിങ്ങൾ കാണുന്ന സീരിയൽ നായികയല്ല ഞാൻ.
സച്ചിക്ക് ചേർന്ന പെണ്ണാണ് അർച്ചന എന്നുള്ളത് മുമ്പേ സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യം. പിന്നെ എന്നെയും സച്ചിനെയും കുറിച്ച് പറഞ്ഞ് എന്നെ മാനസികമായി തളർത്താനാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ടാവില്ല. ആയാലും ഞാൻ തളരുകയില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേട്ടോണം. അനൂപേട്ടന്റെ അപകടം മറ്റാരറിയുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞതിന് പിന്നിൽ വേറെ ആരും അറിയാത്തൊരു കഥയുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. അതിന്റെ ശിക്ഷ കുറച്ചു കൂടുതലായിരിക്കും. അനൂപേട്ടനെ വിധി ദൈവം വിധിച്ചതല്ലെങ്കിൽ അത് ചെയ്യിച്ചവരുടെ തലവര മാറ്റി വരയ്ക്കുന്നുണ്ട് ഈ അർച്ചന. സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം? ഈ കോടതിയില് ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കാറുള്ളൂ. എന്തായാലും ചോദിക്കടോ. വേറെ എവിടേക്കോ പോണോന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞില്ലേ? എന്റെ ആവശ്യം കൊണ്ട് അത് പകുതിയിൽ മുടങ്ങിയതിന് സച്ചേട്ടന് പ്രശ്നമോ വിഷമോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. എത്ര മനോഹരമായ സ്ഥലങ്ങൾ കാണേണ്ടതായിരുന്നു. തന്റെ സഹോദരന് ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ടും കുളു മണാലി കാണാൻ പറ്റാത്തതില് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതാണോ താൻ വലിയ കാര്യത്തിൽ ചോദിച്ച ചോദ്യം? എടോ, തനിക്കെന്താ? അനൂപേട്ടൻ എന്റെ ഏട്ടനല്ലേ. പുള്ളിക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞ സമാധാനം കിട്ടും എനിക്ക്. എടോ, തന്നെക്കാൾ ടെൻഷൻ എനിക്കായിരുന്നു. തനിക്ക് വിഷമാകാതിരിക്കാൻ ഞാനത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണോ വിനോദയാത്ര പോകാൻ പറ്റാത്തോണ്ട് എനിക്ക് വിഷമായെന്ന് ചോദിക്കുന്നേ? തന്നെ കൊണ്ട് ദേ, ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം. താൻ കാരണവും തന്റെ വീട്ടുകാർ കാരണവും എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായോ? മനസ്സിലായി. അതെന്താ എന്റെ വീട്ടുകാരെ ഇത്രയ്ക്ക് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ, ഒന്നാമത് തന്നെ എനിക്ക് തന്നതുകൊണ്ട്, പിന്നെ 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 തന്നെ എനിക്ക് തന്നതുകൊണ്ട്. അത് തന്നെ. എല്ലാവരും നിമിത്തമല്ലേ സച്ചേട്ടാ നമ്മൾ രണ്ടപരിചിതർ ഒന്നിച്ചതും ഇവിടം വരെ എത്തിയതും ഒക്കെ? നിമിത്തമല്ല, ഭാഗ്യം. എന്റെ ഭാഗ്യ ഇതെല്ലാം. നല്ലൊരച്ഛൻ്റെ മകനായി, സ്നേഹിക്കുന്ന സഹോദരങ്ങളുടെ ഏട്ടനായി, തൻ്റെ ഭർത്താവായി ഈ ജന്മത്തിലെ സകല സന്തോഷങ്ങളും ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സച്ചേൻ്റെ ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരുന്നുണ്ട്. പക്ഷേ എൻ്റെ പേടി അതല്ല. ഞാൻ കൂടുതൽ സന്തോഷിക്കുമ്പോഴൊക്കെ അതിന് പിന്നിൽ വലിയൊരു കരച്ചിൽ തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ഒരു പേടിയാ എനിക്കിപ്പോൾ ഉള്ളത്. എങ്കിലേ അങ്ങനൊരു പേടി വേണ്ട. തൻ്റെ കണ്ണ് നിറയാൻ നോക്കേണ്ട ആള് ഞാനാ. ഭർത്താവായും കൂട്ടുകാരനായും ഒക്കെ എപ്പോഴും ഞാൻ തന്നോടൊപ്പം ഉണ്ട്. ഒരു കാരണത്താലും താൻ വിഷമിക്കേണ്ടി വരില്ല. അതിന് ഞാൻ സമ്മതിക്കേയില്ല. പിന്നെ
ഇന്നലെ ഞാൻ തനിക്കൊരു വാക്ക് തന്നിരുന്നു. സന്ദീപിനെ ആദരയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം തനിക്കാ. സ്ഥലവും തീയതിയെല്ലാം താൻ പ്ലാൻ ചെയ്താൽ മതി. തന്റെ ആ ആഗ്രഹം കൂടി നമുക്കങ്ങ് നിറവേറ്റിക്കളയാം. സച്ചേട്ടാ, ഒരു മിനിറ്റ്. താനെന്താ നോക്കുന്നേ? എൻ്റെ ഒരു ഡയറി ഞാനിവിടെ വച്ചായിരുന്നു. സച്ചേട്ടൻ കണ്ടായിരുന്നു അത്? അവിടെ എവിടെയെങ്കിലും കാണും. അല്ല, എന്താ ഡയറിയില്? തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? അങ്ങനത്തെ ശീലമൊന്നുമില്ല. തോന്നുന്ന കാര്യങ്ങളൊക്കെ വെറുതെ കുത്തിക്കുറിച്ച് വെക്കും. എന്തിനാ ഇത്? അതിൽ കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നതേ എൻ്റെ മനപ്രയാസങ്ങളാ. സന്തോഷത്തോടെ ഇപ്പൊ രണ്ടുപേരെ എഴുതാൻ തോന്നുന്നു എനിക്ക്. മാത്രല്ല, എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നീയൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളും ബാസുരി എന്നും നീയൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല. പതുക്കെ. അജയൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അനുപേട്ടൻ അകത്തുണ്ട്. കയറി വാ. അന്ന് ചവിട്ടിയ ആ ചവിട്ടിൻ്റെ പാട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുപോലെ ഒരെണ്ണം ഞാനും കൊടുക്കുന്നുണ്ട്. അജയൻ വന്നിട്ടുണ്ട്. മോനെ,
ഇരിക്കെ. ഇരിക്കാ ജയ. എങ്ങനെയുണ്ട് ഇപ്പോ? ആ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേഗത്തിലെല്ലാം സുഖമാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, അച്ഛനോട് പോയി? അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ, അച്ഛനും അമ്മയും കൂടി വരണമെന്ന് കരുതിയിരുന്ന. അപ്പോൾ അവിടെ അടുത്തൊരു മരണം, അതാ ഞാൻ ഒറ്റയ്ക്ക് വന്നേ. ആ, അജയനപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളച്ചാ. ഇരിക്കേ. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചു അച്ഛൻ. അനുപേട്ടന്റെ വൈകാഴികയൊക്കെ മാറിയിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞു. മോനെ അജയ, പറയുന്നതിൽ വിഷമം തോന്നരുത്. തൽക്കാലം ആതിരയ്ക്കൊരു വിവാഹം വേണ്ടെന്നുള്ളതാ ഞങ്ങളുടെ തീരുമാനം.